ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അരിപ്പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്, പച്ചരിപ്പൊടി. അപ്പോൾ ഈ പച്ചരിപ്പൊടി വന്നിട്ട് 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു കടായിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പച്ചരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ വറുത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 1-2 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെയല്ല നമുക്കിത് കിട്ടേണ്ടത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ ഈ മാവൊക്കെ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ പൊടിച്ചെടുത്ത പച്ചരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം വേണം നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളും കൂടി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശർക്കരയാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ 1/4 കപ്പ് അളവിൽ തന്നെ ശർക്കര ധാരാളം മതിയാവും. നമ്മളിപ്പോൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അളന്നിട്ടുള്ളത് ആ കപ്പിൽ 1/4 കപ്പ് അളവിൽ വെള്ളമാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടി പോകാൻ പാടില്ല. ഈ ഒരു അളവിൽ മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതായത് 1 കപ്പ് അളവിലാണ് നമ്മൾ അരിപ്പൊടി എടുത്തെങ്കിൽ 1/4 കപ്പ് അളവിന് മാത്രം വെള്ളം വെച്ച് കൊടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ കൂടുതൽ വെള്ളം വെക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ വെള്ളം കൂടിയിട്ട് നമ്മൾ വേവിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഇങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു തരം കുഴഞ്ഞ രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് വെള്ളം വേണം നമ്മളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. കാരണം നമ്മുടെ ശർക്കരയിൽ ചെറിയ ചെറിയ പൊടിയും തരികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാം. നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞിട്ടുണ്ടാവണം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ ശർക്കര പാനി നല്ലതുപോലെ കട്ടിയാകണമെന്നോ അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ച് ഒരു കടായിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്ത ശർക്കര പാനിയെല്ലാം നമ്മളിത് ഇതുപോലെ ഒരു കടായിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുന്നതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. കൂടുതൽ തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ്, ആ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ശർക്കര പാനിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ നല്ലതുപോലെ എല്ലാം മിക്സ് ആകുന്ന രീതിയിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പാച്ചില വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് നമുക്കിത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞു പോകും. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വേണം നമ്മുടെ ഈ കൊഴുക്കട്ട കിട്ടാനായിട്ട്. അപ്പോൾ മാവും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒഴിക്കുന്ന വെള്ളവും എല്ലാം കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം.
ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടൊന്ന് നമ്മൾ കയ്യിലേക്ക് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ചെറുതായിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ചെറിയ കൊഴുക്കട്ട പീസാക്കി എടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ബോളിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ സ്ക്വയർ ടൈപ്പിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ബോൾസ് കുട്ടി ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നിന്ന് ആവിയിൽ ചെന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് നമുക്ക് ഈ ഒരു അളവിലാണ് നമുക്കിത് കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ആവിച്ചെമ്പിലേക്ക് ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം എല്ലാം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുകളിലുള്ള തട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ആ തട്ടിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് പൊട്ടി കൊടുത്തിട്ട് വേണം വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതൊക്കെ വെന്തൊന്ന് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും. അതിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഓരോ കൊഴുക്കട്ടയായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ലെയർ ഒന്ന് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരല്പം മാത്രം ചുക്കുപൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ചുക്കുപൊടി വന്നിട്ട് ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്താൽ മാത്രം മതിയാവും. ഇതിന് മുകളിലേക്ക് ലൈറ്റായിട്ടൊന്ന് വിതറി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും രണ്ടാമത്തെ ലെയറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് വീണ്ടും ഒരല്പം ചുക്കുപൊടിയും കൂടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 5 മുതൽ ഒരു 10 മിനിറ്റിനകം വരെ ഒന്ന് ചെറുതായിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൊഴുക്കട്ട നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വളരെ സൂപ്പറായിട്ട് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ ചുക്കിൻ്റെ മണവും അതുപോലെ തന്നെ ആ ഏലക്കായുടെയും ശർക്കരയുടെയും നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണ്. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലതുപോലെ ചൂടോട് കഴിക്കാൻ വേണ്ടി നിൽക്കണ്ട. ഒരല്പം ചെറിയ ചൂട് മാറിയതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.